ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സംസ്കൃതം ക്ലാസ്സിൽ പ്രൊഫൈൽ റൈറ്റിംഗ് എങ്ങനെയാണ് നമ്മളൊരു പ്രൊഫൈൽ റൈറ്റിംഗ് എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു പാറ്റേൺസ് നമുക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര്, ആ ഒരു പേര് നമ്മൾ ഹെഡിങ് ഒക്കെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പേര് നമ്മൾ പറയണം, അതിനുശേഷം ഇയർ എഴുതണം. തമേ വർഷേ എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തമേ വർഷേ. ഇനി മാസസ്യ, ജൂൺ മാസസ്യ തമേ, ഡേറ്റ് എഴുതുക. തമേ ദിനെ, ഇന്ന ദിവസം. അതിനുശേഷം പറയാണ് ഇന്ന പ്ലേസിൽ. ഇപ്പം കണ്ണൂരാണെങ്കിൽ കണ്ണൂർ ദേശേ ജനിമലബധ എന്നെഴുതും. മനസ്സിലായല്ലോ? തസ്യ പൂർണ്ണനാമം, അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള പേരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അവിടെ എഴുതി കൊടുക്കുക. അടുത്തത് തസ്യ മാത, അദ്ദേഹത്തിന്റെ മാതാവ്, എന്നിട്ട് മാതാവിന്റെ പേരെഴുതുക. പിതാവ് എന്ന് എഴുതുന്നു, പിതാവിന്റെ പേരെഴുതുക. ആസ്താം എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ആസ്താം, ആയിടും, ആസ്താം കേട്ടോ. ആസ്താം എന്ന് കൂടി ഇതിന്റെ കൂടെ ചേർക്കാം. ഈ ആയുടെ കൂടെ ആസ്താം എന്ന് കൂടി ചേർക്കാം. ഇനി അടുത്തത് സഹ അവാർഡ്, അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ എഴുതുക. എന്നിട്ട് പുരസ്കാരേണ പുരസ്കൃത, പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് എഴുതുന്നു. തസ്യ പ്രശസ്താഹ കൃതേഹ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ എഴുതാം. എന്നിട്ട് അവസാനം ഒരു ഭവന്തി എന്ന് ചേർത്ത് കൊടുത്താൽ മതി, ആണ് എന്നുള്ള അർത്ഥം കേട്ടോ. ഇനി വീണ്ടും അദ്ദേഹത്തിന്റെ പേരെഴുതുക. ആരാണോ നമ്മൾ എഴുതുന്ന ആള് അയാളുടെ പേരെഴുതുക. ഡേറ്റ്, ഡെഡ് ഇയർ, മരിച്ച വർഷം എഴുതുക. അതിനുശേഷം ആ വർഷം എഴുതിയതിന് ശേഷം വർഷം എഴുതുമ്പോൾ എന്ത് കൊടുക്കണം? തമേ വർഷേ, തമേ വർഷേ. മാസം കൊടുക്കുക, മാസസ്യ. തമേ ദിനെ, ആ സ്ഥലം. പിന്നെ ദേശേ ദിവംഗതഃ എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് മക്കളെ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ ഇതുപോലെ ഒരു മോഡലായിരിക്കും. ഒന്ന് നോക്കാം. കേരളി ചലച്ചിത്ര മണ്ഡലി ഹാസ്യസ്യ നൂതന വാതായനം ഉദ്ധായിഡിതവാൻ ഹാസ്യ കലാകാര ഹാസ്യത് അടൂർ ബാസി. അടൂർ ബാസിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാസ്യ കലാകാരനായിട്ടുള്ള അടൂർ ബാസി. അയം 1927 മാർച്ച് 1 തമേ ദിനാങ്കെ അടൂർ ഗ്രാമിൽ ജനിച്ചിട്ടുണ്ട് അല്ലെ. EV കൃഷ്ണപിള്ള മഹേശ്വരി അമ്മ ദമ്പതയോഹോ പുത്രത. ഇതൊരു വളരെ ഫോമൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രൊഫൈലാണ്. ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വരുന്നത് പ്രൊഫൈൽ റൈറ്റിംഗ് അല്ല, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതിൽ വരുന്നത് ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മിസ് പറഞ്ഞ ആ ഒരു പാറ്റേണിലുള്ള പ്രൊഫൈൽ വരാം, അല്ലെങ്കിൽ ഇതുപോലെ വരാം. ഇതുപോലെ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അടൂർ ബാസി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു, അടൂർ ബാസി. ഓക്കെ. ഇനി അടുത്തതായിട്ട് എന്താണ് എഴുതുന്നത്? അദ്ദേഹത്തിന്റെ ജന്മം അറിയാലോ. 1927 മാർച്ച് 1 ഏതാണ് ദിവസം? ആ ദിവസമൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് കർമ്മമണ്ഡലം. ഏതാണ് കർമ്മമണ്ഡലം എന്ന് പറഞ്ഞാൽ? പട്കഥാ കഥാകാര, മാധ്യമപ്രവർത്തകൻ, ഗായകൻ, നിദേശകൻ, അങ്ങനെയുള്ളതൊക്കെയാണ് കർമ്മം. അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു ജോലി എന്താണെന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അവിടെ ഒരു ജോബ് എന്തൊക്കെയാണ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക, ജോബ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പുരസ്കാരം, അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ നമ്മൾ മേലെ നോക്കുന്നു, താഴെ എഴുതുന്നു. വളരെ സിമ്പിളാണ് കേട്ടോ. അടുത്തത് നിദേശിത ചലച്ചിത്രാണി, അദ്ദേഹം സംവിധായകനായിട്ടുള്ള ചലച്ചിത്രങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? രഘുവംശം, അച്ചാരവം, അമ്മിണി, ഓശാരം, ഓമന, ആദ്യപാഠം എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ നിർദ്ദേശകനാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു സിനിമയുടെ പേരുകളൊക്കെ അവിടെ എഴുതി കൊടുക്കുക. ആ ഒരു കാര്യങ്ങളാണ് എഴുതേണ്ടത്. പിന്നെ അവസാനം മരിച്ച ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. യെസ്, നന്നായിട്ട് എന്ത് ചെയ്യാം, ഒരുപാട് പ്രൊഫൈൽസ് എഴുതിയിട്ട് പഠിക്കുക.